നമ്മൾ ഏത് പേരിലാണ് എന്തിനാണ് മദ്രസ നമ്മളെ നാട്ടിൽ? നിങ്ങളെ പേരിൽ കടമയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് മദ്രസ. ഒരു ഉമ്മക്കും ഉപ്പക്കും കടമയുള്ളതാണ് കുട്ടികൾക്ക് മതം പഠിപ്പിക്കുക എന്നത്. ഇവിടെയുള്ള ഉസ്താദുമാരെ കടമയല്ല, ഈ നാട്ടിലെ പണ്ഡിതന്മാരെ കടമയല്ല. മറിച്ച് നീ ഒരു മകൻ നിനക്ക് ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരു മകൾക്ക് നീ ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് ദീൻ പഠിപ്പിക്കൽ നിന്റെ കടമയാണ്. അല്ലെങ്കിൽ ജന്മം നൽകാനുള്ള അവകാശം നിനക്കില്ല. അല്ലാഹുവിന്റെ ദീൻ, നിസ്കാരം എങ്ങനെ, നോമ്പെങ്ങനെ, ഹജ്ജ് എങ്ങനെ, സകാത്ത് എങ്ങനെ, ശുദ്ധീകരണം എങ്ങനെ, ഇസ്ലാമിന്റെ നിഖില മേഖലകൾ മുഴുവനും പെണ്ണേ നിന്റെ മക്കൾക്ക് നീ പഠിപ്പിക്കണം, സഹോദരാ നീ പഠിപ്പിക്കണം. പക്ഷേ അത് നിനക്ക് അറിയാത്തത് കൊണ്ടൊരു സംവിധാനമാണ് മദ്രസ. അറിയുന്നവരെ കൊണ്ടുവന്ന് എന്റെ കർത്തവ്യം, ഉപ്പയായ എന്റെ കർത്തവ്യം, ഉമ്മയായ എന്റെ കർത്തവ്യം ഞാനാണ് നിർവഹിക്കുന്നത്. ഉസ്താദുമാർ, നിങ്ങളുടെ കർത്തവ്യമാണ് ഈ മദ്രസയിൽ ഉസ്താദുമാർ നിർവഹിക്കുന്നത്. അത് നിങ്ങൾ ഓർക്കണം. അവരെ നിങ്ങൾ വല്ലാതെ ആദരിക്കണം. നിങ്ങളുടെ മക്കളുടെ ഉസ്താദുമാരാണ്. കുട്ടികളൊന്ന് തല്ലുമ്പോഴേക്കും ആ ഉസ്താദുമാരെ നേരെ തിരിയരുത്. കുട്ടികളൊന്ന് ചീത്ത പറഞ്ഞാൽ ഉസ്താദുമാരെ നേരെ തിരിയരുത്. അത് വലിയ അപകടമാണ്. ഒരു പക്ഷേ കമ്മിറ്റിക്കാർ വരെ ബന്ധപ്പെട്ട് ഉസ്താദിനെ ഒഴിവാക്കിയേക്കാം. പക്ഷേ ആ കുട്ടിയുടെ ബർക്കത്ത് അതോടുകൂടെ നഷ്ടപ്പെട്ടു. എന്റെ കുട്ടിയെ അടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞു ചെന്ന ഒരു മകൻ, ഒരു മകള് നന്നാവുകയില്ല. എന്ത് പറഞ്ഞാലും നന്നാവൂല. ഏത് നീ ദ്വാർന്നിട്ടും കാര്യമില്ല. ഒരു ഉസ്താദിന്റെ നേരെ എതിരായൊരു വാക്ക് പറഞ്ഞ ഉമ്മമാരെ നിങ്ങൾ അനുഭവിച്ചേ തീരൂ. ഏത് മമ്പുറത്ത് പോയിട്ടും കാര്യമില്ല. ഉസ്താദുമാരെ മനസ്സ്, അലിഫ് എന്നൊരക്ഷരം പഠിപ്പിച്ച ഉസ്താദിന്റെ മനസ്സിൽ വല്ലാത്ത വല്ല വേദനയും ഉണ്ടായാൽ അത് ഒരിക്കലും തന്നെ റബ്ബ് പൊരുത്തപ്പെടുകയില്ല. ഇത് ഏത് ചെറിയ ഉസ്താദാനും വേണ്ടി ഉസ്താദുമാർക്ക് അങ്ങനെ തല്ലാൻ പറ്റൂല, അത് വേറെ കാര്യമാണ്. ഉസ്താദുമാർക്ക് അങ്ങനെ തല്ലാനൊന്നും പറ്റൂല. ഉസ്താദുമാരൊന്നും എന്നോട് അങ്ങനെ തല്ലാനൊന്നും പറ്റൂല. ഞാൻ പറയുന്നത് ചോദ്യം ചെയ്യുന്നിടത്തുള്ള പ്രശ്നം. ഉസ്താദുമാരങ്ങനെ ഒരു കുട്ടിയെ അടിക്കുകയാണെങ്കിൽ തൊലി പൊട്ടിക്കാത്ത, എല്ലിന് കേട് പറ്റാത്ത അടി അടിക്കാൻ പാടുള്ളൂ. അപ്പൊ മറ്റേ അടി അടിക്കാൻ പാടില്ല ഉസ്താദുമാർ. പക്ഷേ അത് ഉസ്താദുമാർ ചെയ്താൽ അതിന്റെ പേരിൽ ഉസ്താദിനെ ചോദ്യം ചെയ്ത് ഇനി അങ്ങനെ ചെയ്യാതിരിക്കാൻ വാണിംഗ് കൊടുക്കാനൊന്നും അവകാശം ഇല്ല. ചെയ്തോ നിങ്ങൾ എത്ര തേഞ്ഞിട്ടും കാര്യമില്ല. ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിൽ ആഖിറത്തിൽ ഉപകരിക്കൂല. ചെയ്തോര് പറയുന്നുണ്ടാവും, ചെയ്തോര് സാസിലുണ്ടാവും. ഒരു നെഞ്ഞത്ത് കൈ വെച്ചിട്ട് പടച്ചോനോടൊന്ന് ചിന്തിച്ച് ചെയ്തു നോക്കി, ഞാൻ അങ്ങനെ എന്റെ മകനെ ചെയ്തിട്ട് എന്റെ മകന്റെ എപ്പത്തെ അവസ്ഥയെന്ന് ചിന്തിക്കും. എത്ര നന്നാക്കിയൊന്നുണ്ടാവില്ല. അതുകൊണ്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി സൂക്ഷിക്കണം. ചെയ്തവരേതായാലും ആ കുട്ടിയുടെ കാര്യം പോയി, ഉറപ്പായിട്ടും പോയി. നിങ്ങൾ ഏത് ഖുർആൻ മുഴുവൻ എന്റെ തലയിൽ മന്ത്രിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല, ഏത് ഉസ്താദുമാരെ തീർത്തി ദ്വാരത്തിട്ടും കാര്യം ഉണ്ടാവില്ല. ആ കുട്ടി നേരക്ക് സുജൂദ് ചെയ്യുന്ന കുട്ടിയാവില്ല. ഉറപ്പാ. സൂക്ഷിക്കണേ.